ഇപ്പോഴത്തെ കുട്ടികൾക്കുള്ള ടീച്ചേഴ്സ്. അപ്പൊ നമ്മള് സോഷ്യൽ മീഡിയയിൽ പറയാറുണ്ട്, ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഇവരൊക്കെ ഉണ്ടെങ്കിൽ, ഇതുപോലത്തെ ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ പറയായിരുന്നു. ശരിക്കും അന്ന എന്ന് പറയുന്ന ടീച്ചർ എങ്ങനെയാ ശരിക്കും? എന്റെ പിള്ളേരൊക്കെ ഇന്റർവ്യൂ ആയിരിക്കും. ഹലോ, അവരെന്തായാലും കമന്റ് ചെയ്യണം, സത്യമാണോ പറയണത്? അതായത് ഇപ്പം ഷിജിന പറഞ്ഞല്ലോ, അതായത് എന്താ നമ്മുടെ കാലഘട്ടത്തിലുള്ള ടീച്ചേഴ്സ് എങ്ങനെയായിരുന്നെങ്കിൽ, എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ DM-ൽ കുറച്ച് ആൾക്കാർ അങ്ങനെ ഇത് ചെയ്യാറുണ്ട്, മെസ്സേജ് ചെയ്യാറുണ്ട്. ഓ, നമ്മളൊക്കെ പഠിക്കണ സമയത്ത് കണ്ട, ഞാൻ പറയാൻ പോവാണ്, എനിക്കറിയില്ല, കോൺട്രവേഴ്ഷ്യൽ ആയിക്കായിട്ടുണ്ടോ, നമ്മൾ പഠിക്കണ സമയത്ത് കണ്ട തങ്കമ്പയും ഏലമ്മ ടീച്ചറൊക്കെ ആയിരുന്നു എന്നൊക്കെ. എനിക്കത് കേൾക്കുമ്പോൾ എന്തോ വിഷമം എന്നല്ല, അതായത് ഇപ്പം ഈ പറഞ്ഞ തങ്കമ്മ ടീച്ചറും ഈ പറഞ്ഞ ഏലമ്മ ടീച്ചറൊക്കെ യൂത്ത് കഴിഞ്ഞിട്ട് തന്നെയാണ് വന്നേക്കുന്നത്. അവരും ഇന്റേൺ ടീച്ചറായിട്ട് വർക്ക് ചെയ്ത് അവരുടെ ഒരു യൗവനത്തിലും ടീച്ചിങ് പ്രൊഫഷൻ വന്നിട്ടാണ് അവർ ഈ ഒരു ഏജ്. ഇപ്പം ഞാൻ പ്രായമായിട്ട് ടീച്ചറായി കഴിഞ്ഞാൽ എന്നെ അന്നമ്മ ടീച്ചർ എന്ന് പറഞ്ഞിട്ട് വിളിക്കുമായിരിക്കും. അപ്പോൾ എനിക്കതെന്തോ ഏജ് ഷെയ്മിങ് പോലെ ഫീൽ ചെയ്യാറുണ്ട് ചില സമയത്ത്, വെൻ പീപ്പിൾ അങ്ങനെ വന്നിട്ട് DM ചെയ്യുമ്പോഴേ. ഞാൻ ഇങ്ങനത്തെ ഒരു ടീച്ചറാണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഐ തോട്ട് ഞാൻ ഭയങ്കര കൂളായിട്ടുള്ള, കമോൺ നമുക്ക് ഇന്ന് ടെസ്റ്റ് പേപ്പർ വേണ്ട എന്നൊക്കെ പറഞ്ഞ ടീച്ചറാണെന്നാണ് ഞാൻ വിചാരിച്ചത്. അതെ, പക്ഷെ അങ്ങനെയല്ല. കാരണം കാര്യത്തോട് അടുക്കുമ്പോൾ മനസ്സിലായി സംഭവം നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ എളുപ്പമല്ല എന്നുള്ളത്. ഞാൻ ശരിക്കും വിചാരിച്ചത് പിള്ളേരുടെ അടുത്ത് ഭയങ്കര ചില്ലായിട്ട് ഇന്ന് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ എന്നൊക്കെ പറഞ്ഞ ടീച്ചറാവുന്ന. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് പിള്ളേർ അങ്ങനെയൊന്നും അല്ല. നമ്മള് 18 അടവും പ്രയോഗിച്ചാലാണ് പിള്ളേർ പഠിക്കുകയുള്ളൂ.